കോഴിക്കോട് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കോടികളുടെ തട്ടിപ്പെന്ന് പരാതി. നറുക്ക് ലഭിച്ചവർക്കും ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തവർക്കും പണം നൽകുന്നില്ല എന്നാണ് ഇടപാടുകാരുടെ പരാതി. കോഴിക്കോട് മാത്രയിലുള്ള മലബാർ നിർമ്മാണ തൊഴിലാളി കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെയാണ് ഇടപാടുകാർ രംഗത്തെത്തിയത്. മാസം 3990 രൂപ വീതം 10 വർഷം അടയ്ക്കേണ്ട ചിട്ടിയിൽ 480 പേരാണ് ചേർന്നിട്ടുള്ളത്. 2019 ആരംഭിച്ച ചിട്ടിയിൽ ഇതുവരെ 208 പേർക്ക് നറുക്ക് ലഭിച്ചു. എന്നാൽ കഴിഞ്ഞ 9 മാസമായി നറുക്ക് ലഭിച്ചവർക്ക് പണം നൽകുന്നില്ല എന്നാണ് ഇടപാടുകാരുടെ പരാതി. ചിട്ടിക്കായി നിക്ഷേപകരെല്ലാവരും ഇതുവരെ വെച്ച കണക്ക് പരിശോധിച്ചാൽ 6,80,00,000 രൂപ വരും. എന്നിട്ടും എന്തുകൊണ്ടാണ് നറുക്ക് വീണവർക്ക് പണം നൽകാൻ സാധിക്കാത്തതെന്നാണ് അവരുടെ ചോദ്യം. 450 ആളാണ് ഈ കുറിയിലുള്ളത്. മാസത്തിൽ 3990 രൂപയാണ് അടയ്ക്കുന്നത്. പിന്നെ 4 നറുക്കാണ് എടുക്കുക. ആദ്യത്തെ നറുക്ക് എടുക്കുന്നത് 5,20,000 കിട്ടും. പിന്നുള്ള 3 ആൾക്ക് 4,20,000 കൊടുക്കുക. ഇതുവരെ നമ്മൾ അടച്ചത് തന്നെ 2,50,000 രൂപയുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മൾ അടച്ച കാശെങ്കിലും ഒന്ന് തിരിച്ച് കിട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത്. വേറെ ലാഭം ഡിവിഡൻഡ് ഒന്നും വേണ്ട, അടച്ച കാശെങ്കിലും. ആ പൈസ തന്നെ ഉണ്ട്. 272 ആൾ ഇനി നറുക്കെടുക്കാണ്ട് 6,80,00,000 രൂപ ഇവിടെ കിടപ്പുണ്ട്. ഇത്ര ആൾക്കാർ കാശ്. അത് 6 ലക്ഷം റുപ്യേൻ്റെ കുറിയാണ്. അതിൽ ഞാൻ 2.5 റുപ്യേൻ്റെ അടുത്ത് ഞാൻ അടച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇപ്പോഴാണ്. പണം കൃത്യമായി നൽകിക്കൊണ്ടിരുന്ന കാലത്ത് ഒരു തവണ നറുക്ക് ലഭിച്ചവർക്ക് തന്നെ വീണ്ടും നറുക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളതായും അത് തട്ടിപ്പിന്റെ മറ്റൊരു വശമാണെന്നും പരാതിയുണ്ട്. അങ്ങനെ നറുക്ക് ലഭിക്കുന്നവർ ബാങ്കിന് വേണ്ടപ്പെട്ടവരാണെന്നും പറയുന്നു. മാത്രമല്ല ചില ഘട്ടങ്ങളിൽ ചിട്ടി ലഭിക്കുന്നത് അർഹരായവർ അറിയുന്നില്ലെന്നും ആ പണം ചില ആളുകൾ വകമാറ്റുകയാണെന്നും ആരോപണമുണ്ട്. കുറി കിട്ടിയ ചില ആളുകളെ നമ്മൾ വിളിച്ചു നോക്കുമ്പോൾ അവർ പോലും അറിയുന്നില്ല. അവർ പറയുന്നത് ഞങ്ങൾ പൈസ അടച്ചിട്ടില്ല, പിന്നെ എങ്ങനെ നമ്മൾ നറുക്ക് കിട്ടിയെന്നാണ് വയ്ക്കുന്നത്. അപ്പോഴാണ് നമുക്കൊക്കെ ഇതിന് സംശയം തുടങ്ങിയത്. ഒരേ വ്യക്തിൻ്റെ പേരിലുള്ള നറുക്ക് 2, 3, 4 പ്രാവശ്യമൊക്കെ കിട്ടുന്നുണ്ടെന്ന്. അതുവരെ എന്തോ ഒരു തട്ടിപ്പാണ്. പിന്നെ ഈ 450 ആളുള്ള കുറിയിൽ ഈ വിശേഷം ചേർത്ത് കുറേ ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ കുറി ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് അപ്പം കുറ്റമറ്റ രീതിയിലല്ല കുറി പോകുന്നുള്ളത് അതിമ തന്നെ മനസ്സിലാക്കാം. പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടത്തിൽ നൽകിയ പല വായ്പകളുടെയും 1 രൂപ പോലും തിരിച്ചുപിടിക്കാൻ ബാങ്ക് തയ്യാറായിട്ടില്ല. ഇങ്ങനെ തിരിച്ചടവ് മുടങ്ങിയ വായ്പകളിൽ കൂടുതലും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളോ ഭരണസമിതിയുടെ താൽപ്പര്യക്കാരോ എടുത്തതാണെന്നാണ് മറ്റൊരു ആരോപണം. അതുകൊണ്ട് തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടവർക്കും പണം ലഭിക്കുന്നില്ലെന്നും പറയുന്നു. 2019 തൊട്ടിട്ട് പേഴ്സണൽ ലോൺ എടുത്തതും കുറി നടത്തിയിട്ടും ഇത്രയും കാലമായിട്ട് ഈ 19 50,000 രൂപ ലോൺ എടുത്തിട്ട് ഇപ്പോഴും ഒരു 5 പൈസ തിരിച്ചടച്ചില്ല. അപ്പം ബാങ്കിൻ്റെ കൊള്ളർ നയമല്ലേ. ഇതിപ്പോൾ മുൻ പ്രസിഡന്റ് ഒച്ചേരി വിശ്വൻ എന്ന ഒരാളായിരുന്നു. അയാളെ സമയത്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അയാളിപ്പം ഇവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മൂപ്പര കരോപ്പിൽ തന്നെ 1 കോടി രൂപ ഇവിടെ കൊടുക്കാണ്ട്. ഇപ്പം ബാങ്ക് തന്ന കണക്കാതെ എൻ്റെ കയ്യിലില്ല. ഇപ്പോൾ മൂപ്പര കരോപ്പിൽ മാത്രം 1 കോടി രൂപ. കഴിഞ്ഞ ദിവസം പരാതികളുമായി ബാങ്കിന്റെ മുന്നിൽ ഇടപാടുകാർ കൂട്ടം കൂടിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. തുടർന്ന് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ CIയുടെ നേതൃത്വത്തിൽ ബാങ്ക് ഭരണസമിതി പ്രതിനിധികളെയും ഇടപാടുകാരെയും ഉൾപ്പെടുത്തി ചർച്ച നടത്തുകയും ചെയ്തു. കടത്തിന്റെ കാര്യം കൊണ്ട് മോനെ ഗൾഫ് പറഞ്ഞയച്ച ഞങ്ങള് രാത്രി ടാക്സി ഡ്രൈവർ എൻ്റെ കുട്ടി. അപ്പോൾ അവിടെ നിന്ന് കിട്ടണ പൈസ അയച്ചിട്ട് ഇവിടെയൊക്കെ ഞങ്ങൾ അടയ്ക്കുന്നത് ഒന്നും നടക്കാത്തൊരു സാഹചര്യമാണ്. ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല. ഞങ്ങൾക്ക് വെച്ച പൈസ കിട്ടിയാൽ മതിയേനി. ഇടപാടുകാരുടെ പണം എത്രയും പെട്ടെന്ന് തിരികെ നൽകാമെന്ന് ബാങ്ക് ഭാരവാഹികൾ CI മുൻപാകെ അറിയിച്ചു. പണം എത്രയും വേഗം ലഭിച്ചില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ഇടപാടുകാരുടെ തീരുമാനം. ജനം, കോഴിക്കോട്.